ഞാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി മിസ്റ്റർ നൗഷദ് അലിയുടെ വർത്തമാനം കേട്ടപ്പം ഒരു നല്ല മലയാള പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെറുതെ ആണീ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നൊരു പാട്ടുണ്ട്, മനോഹരമായിട്ടുള്ള പാട്ട്. ഏതാണ്ട് ആ പാട്ട് പോലെയാണ് കോൺഗ്രസിൻ്റെ വക്താവിൻ്റെ സംഭാഷണം. മോഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് നല്ലതാണ്. മോഹിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് വെറുതെയാണ് ആ മോഹം. തൽക്കാലം മോഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ നേതാവ്, ഈ കേരളത്തിലെ സമുന്നതനായ കോൺഗ്രസ് MP, തിരുവനന്തപുരം MP ശശി തരൂർ പറഞ്ഞല്ലോ അത് നരേന്ദ്രമോദി തന്നെയാണെന്ന്. എല്ലാ യൂട്യൂബ് ചാനലിലും അതിപ്പോഴും കിടപ്പുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലുള്ള സങ്കല്പം. ആ സങ്കല്പത്തിൽ നിന്ന് സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾ തങ്ങൾ ഒന്നുമില്ലാതെ തകരരുത്, അനാഥരായി മാറരുത്, ഈ എന്താ പറയുക സർക്കസ് കൂടാരം, ടെൻറ്റിങ്ങിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കസ് കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ധാരാളം കക്ഷികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ടെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് കൂടാരമാണ്. അതിനുള്ളിൽ ആശയമുണ്ടോ? ഇപ്പം എന്ത് ആശയമാണ്? ഞാൻ തിരിച്ചു ചോദിക്കുക കോൺഗ്രസിൻ്റെ വക്താവിനോട്, നിങ്ങൾക്ക് എന്താ ആശയമുള്ളത്? നിങ്ങളുടെ ആശയം എന്ന് പറയുന്നത് നിഷേധാത്മകമല്ലേ? മോദി വിരുദ്ധത, അതിനപ്പുറത്തൊരു ആശയം നിങ്ങൾക്കുണ്ടോ? എന്താ നിങ്ങളുടെ ആശയം? മോദി അത് ചെയ്തു, കേന്ദ്ര സർക്കാർ ഇത് ചെയ്തു. എന്തായാലും മിസ്റ്റർ കോൺഗ്രസിൻ്റെ വക്താവിനോട് പറയാനുള്ളത്, നൗഷദ് അലി, നിങ്ങൾ 10 വർഷമായില്ലേ ഭാരതം BJP ഭരിക്കുന്നു, നരേന്ദ്രമോദി ഭരിക്കുന്നു. പ്രത്യേകിച്ച് അപകടമൊന്നും നിങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ. ഈ ഭാരതത്തിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. ഗുണമല്ലാതെ ഒരു ഫാസിസവും വന്നിട്ടില്ല. നിങ്ങൾ ഇന്നലെ എല്ലാ ചാനലിലും എല്ലാ സ്ഥലത്തും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി 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 പറയും, ദേ ഫാസിസം വന്നേ, ദാ കോൺസ്റ്റിറ്റ്യൂഷൻ തകർന്നേ, ദാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിൽ കയറി അത് കയറിക്കളഞ്ഞേ, ദാ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടാന്ന് വെച്ച്. ഇതൊക്കെ കുറേ കൊല്ലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. 10 വർഷമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പ്രശ്നവുമില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, നേരത്തെ CPMൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു ന്യൂനപക്ഷമാണെന്ന്. അല്ല സാർ, നിങ്ങൾ പോയിട്ട് കർണാടകയിലെയും അതുപോലെ UP-യിലെയും ബീഹാറിലെയൊക്കെ വോട്ടൊക്കെ ഒന്ന് പഠിക്ക്. 51%, 61% വോട്ട് നേടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരിക്കുന്നത്. ഇന്ന് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ശക്തി BJP ആണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി ഇന്ന് BJP ആണ്. നിങ്ങൾ തെക്കേ ഇന്ത്യയിലെ കണക്ക് നോക്കിക്കോ, തെക്കേ ഇന്ത്യയിലും BJP ആണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം MP-മാരുടെ കാര്യത്തിൽ. അപ്പോൾ വടക്കായാലും തെക്കായാലും കിഴക്കായാലും പടിഞ്ഞാറായാലും ഭാരതം മുഴുവനും വളർന്നു നിൽക്കുന്ന വടവൃക്ഷമായി, എന്നാൽ അഴിമതിയുടെ യാതൊരു ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാതെ ഭാരതത്തിൻ്റെ ശ്രേയസ്കരമായ വളർച്ചയ്ക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങളാണോ അതോ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ? എന്താണ് BJPയുടെ ഈ പ്ലാൻ? അല്ല, അതൊക്കെ കാത്തിരുന്ന് കാണാൻ. ഇത് മാത്രമല്ല, മറ്റു പലതും ഉണ്ട്. ഇപ്പം ഇവരുടെ തെലങ്കാനയിൽ ജയിച്ചു പോയില്ലേ, ആ വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയോ? തെലങ്കാനയിൽ ജയിച്ചു പോയി ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആളുടെ പൂർവ്വചരിത്രം ഒന്ന് പഠിക്ക് പോയിട്ട്. RSSൻ്റെ ശാഖയിൽ കളിച്ചു വളർന്നയാളാണ്. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിതീഷ് കുമാറിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചു, എന്താശയം ഇവർക്ക്? എന്താശയം? ഇവിടെ പാമ്പും കീരിയും പോലെ തമ്മിത്തല്ലല്ലേ CPM-ഉം കോൺഗ്രസും ഈ കേരളത്തിൽ അല്ലേ? അവർക്ക് ഈ വാളയാറിൻ്റെ ചുരം കടന്നാൽ അവരുടെ ആശയം എന്താ? അവരുടെ ആശയം മോദി വിരുദ്ധതയല്ലേ? അപ്പോൾ ഇവർക്ക് എന്താ ആശയമുള്ളത്? ഇവർക്കൊന്നും ഒരാശയവും ഇല്ല. ഇവരുടെ ആശയം എന്ന് പറയുന്നത് ആമാശയമാണ്. ഇവരുടെ ആശയം എന്ന് പറയുന്നത് കട്ട് തിന്നാൻ പറ്റുന്നില്ല മോദിയുടെ ഭരണകാലത്ത്, അതിൻ്റെ വിഷമമാണ്. അല്ലാതെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും തകരാറ് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു മതേതരത്വത്തിനും കോട്ട സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ജനാധിപത്യത്തിനും കോട്ട സംഭവിച്ചിട്ടില്ല. ഭാരതമാണെങ്കിൽ ഓരോ ദിവസവും ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഹരി കമ്പോളത്തിൽ 4ാം സ്ഥാനം ഹോങ്കോങ്ങിനെ കീഴ്പ്പെടുത്തി. സാമ്പത്തിക ശക്തിയായി 4ാം സ്ഥാനം ലോകത്ത് വിരാജിക്കുന്നു. ലോകം മുഴുവനും അംഗീകരിക്കുന്നു. ലോകം മുഴുവനും
നരേന്ദ്രമോദിയെയും ഈ ഭരണത്തെയും അംഗീകരിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ മോദി അതാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ആർക്ക് എന്ത് വേണേലും പറയാം, അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഞാനതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇതൊക്കെ വെറും മോഹങ്ങളാ. മലർപ്പൊടിക്കാരൻ്റെ മോഹം പോലെ തകർന്നടിയും 2024 ഇവരുടെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും. ഇവർക്ക് പരിതപിക്കേണ്ടി വരും.